ഹായ് ചിക്കനുകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായ കുടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളൊരു കാക്കപ്പിലും താഴെ കുറച്ച് വെള്ളപ്പയർ എടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. കുതിർത്ത വെള്ളപ്പയറൊന്നും അല്ല കേട്ടോ, ഇപ്പോൾ എടുത്തിട്ട് അങ്ങനെ കഴുകി കുക്കറിൽ ചേർത്ത് കൊടുത്തതാണ്. അതപ്പോൾ അവിടെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്ത് മുറിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 കൂർക്ക, വലിയ കൂർക്കയാകാരം ഒരു 3 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാഴയ്ക്ക, പിന്നെ ഒരു കഷ്ണം നമ്മുടെ പൂളക്കിഴങ്ങ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടിയാണ് നമ്മളിന്ന് കൂട്ടാൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അശ്വിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു. എന്നിട്ട് അവനെല്ലാം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവനിങ്ങനെ നമ്മുടെ എല്ലാ കഷ്ണങ്ങളും വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കഷ്ണങ്ങളൊക്കെ മുറിച്ച് കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ കുറച്ച് ചെറിയുള്ളി കേട്ടോ, അതൊന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം പോയിട്ട് വേഗം തന്നെ മിക്സിയുടെ ജാറൊക്കെ എടുത്തിട്ട് വന്ന് നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഒന്ന് കഴുകി മിക്സിയുടെ ജാറിലൊക്കെ എനിക്ക് ഇട്ട് തന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ പോയി അതൊക്കെ ഒന്ന് ചതച്ചിട്ട് വന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഇന്ന് രാവിലെ തന്നെ എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്ത് തരുമായിരുന്നു കേട്ടോ നമ്മുടെ അശ്വിൻ. അങ്ങനെ നമ്മളൊരു 3-4 വിസിലടിച്ച് ഓഫ് ചെയ്തിട്ടുള്ള നമ്മുടെ വെള്ളപ്പയർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു, പിന്നെ 3-4 പച്ചമുളക് ചേർത്ത് കൊടുത്തു, പിന്നെ നമ്മുടെ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തു, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 2 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 2 വിസിലടിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കർ നന്നായി തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതിവിടെ ഇരുന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ പോയിട്ട് ഒന്ന് മിറ്റോടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മിറ്റോടിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കറൊക്കെ വിസിലടിച്ച് പാകമാകും കേട്ടോ. നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ വേഗം തന്നെ മിറ്റൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തിരി ലേറ്റായിട്ടാണ് കേട്ടോ എണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനൊന്ന് 6 മണിയൊക്കെയാണ് എണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിട്ടുള്ള പണികളാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. നമ്മൾ അടിച്ച് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കർ വിസിലടിച്ച് നമ്മളത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ട് ഒന്ന് അരയ്ക്കാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അരമുറി തേങ്ങ എടുക്കുന്നുണ്ട്. അരമുറിയിലും കുറച്ച് കമ്മിയായിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കുറച്ച് ജീരകവും ചേർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായി തന്നെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ വേവാനിടുന്ന സമയത്ത് അധികം വെള്ളം ചേർക്കണ്ട കേട്ടോ. ഒരുപാട് വെള്ളത്തിലല്ല നമ്മൾ ഈ കറി എടുക്കുന്നത്, കുറച്ച് കട്ടിക്കാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പൂളക്കിഴങ്ങൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അമുക്കുമ്പോൾ കൈ ചുട്ട കാരണമാണ് കേട്ടോ, നേരെ അമുക്കി കാണിച്ച് തരാണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മിക്സ് ചെയ്ത ശേഷമാണ് കേട്ടോ ഓർമ്മ വന്ന് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യാൻ മറന്നുപോയിന്ന്. അങ്ങനെ നമ്മൾ ഗ്യാസെല്ലാം ഓൺ ചെയ്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതേ അടുപ്പിൽ തന്നെ ഒരു ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നന്നായി തന്നെ ചൂടായി വരട്ടെ. അത് ചൂടായി വരുന്ന നേരം കൊണ്ട് ഞാൻ കുറച്ച് ഉള്ളി നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി കാച്ചി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിയുടെ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ ചീനിച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു, കടുകൊക്കെ ചേർത്ത് കൊടുത്തു, പിന്നെ നമ്മുടെ ചെറിയുള്ളി ചേർത്ത് കൊടുത്ത് നന്നായി മൊരിഞ്ഞതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കറിവേപ്പില കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ കൂട്ടാൻ നല്ല മണമാണ്. കറിവേപ്പില കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കറി. എല്ലാ കഷ്ണങ്ങളും കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. നമ്മൾ ഒരു കറി വെക്കുമ്പോൾ, ഒരു കറിയല്ല ഒരു കഷ്ണമാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പിന്നെ ഒരുപാട് കഷ്ണങ്ങളാകുമ്പോൾ അതിൻ്റെയും ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഉണ്ടോ, നമ്മൾ ഇന്നലെ വഴുതിനിങ്ങ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ കറി ഉണ്ട് കേട്ടോ കുറച്ച് നമുക്ക് ബാലൻസ്. അപ്പോൾ ഞാൻ അതുകൂടെ അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തു. അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ ദോശക്കല്ലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതും നമ്മുടെ മല്ലി ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ച് ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് നന്നായി തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാൻ വിചാരിച്ചു. നമ്മുടെ കല്ലിൽ നമ്മൾ നല്ലെണ്ണ ചേർത്ത കാരണം
അങ്ങനെ തന്നെ നമ്മൾ ചപ്പാത്തി വെക്കുകയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തിക്ക് ഫുള്ളായിട്ട് നല്ലെണ്ണയുടെ മണം വരും കേട്ടോ. അപ്പോൾ അത് മാറി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളവും തെളിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ തേച്ചിട്ട് ആ വെള്ളം കളഞ്ഞുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ ചപ്പാത്തി ഒന്ന് ചൂടാക്കി എടുക്കണമെങ്കിൽ നമ്മുടെ ചപ്പാത്തിക്ക് അങ്ങനെ എന്താ പറയുക നല്ലെണ്ണയുടെ മണമൊന്നും വരില്ല കേട്ടോ. പിന്നെ നമ്മൾ നല്ല ബ്രെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ജാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അശ്വിൻ ബ്രെഡും ജാമും വേണം പറഞ്ഞിട്ട് ബ്രെഡിൽ ജാമൊക്കെ ഒന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാം തേച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഞാൻ ശരിയാക്കി തരാമെന്ന്. അപ്പോൾ വേണ്ട, ഞാൻ തന്നെ ശരിയാക്കാൻ പറഞ്ഞിട്ട് ഒരു ആക്ഷനൊക്കെ കാണിച്ചു തന്നാണ് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഈ സൈഡ് നമ്മളെ ചപ്പാത്തി നന്നായി തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. എന്താ പറയുക, കുറച്ച് ചപ്പാത്തി ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കുറച്ച് ബ്രെഡും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അക്ഷയും ഏട്ടനൊക്കെ പറഞ്ഞു അവർക്കൊക്കെ ബ്രെഡ് മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടറൊക്കെ ഇട്ടിട്ട് ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്നറിയില്ല, രാവിലെ എണീറ്റപ്പോൾ തന്നെ അശ്വിൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് എല്ലാം നോക്കി കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ടോസ്റ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കൈ ചുടും പറഞ്ഞിട്ട് അതിനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ചോറ് എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മുടെ ഏട്ടൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു. അപ്പോൾ അവർക്കൊക്കെ ബ്രെഡ് മതി പറഞ്ഞ കാരണം ടോസ്റ്റ് ചെയ്തിട്ട് ജാം കൂട്ടി കഴിക്കാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആളെന്നെ ജാമൊക്കെ എടുത്തിട്ട് റെഡിയാക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അതിനൊന്നും നിന്നില്ല. പിന്നെ അതൊക്കെ എടുത്ത് അവർ കഴിക്കാൻ പോയി. അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ ചോറ് എല്ലാവർക്കും ആക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വേറെ കറികളൊന്നും വെച്ചിട്ടില്ല. എന്താ പറഞ്ഞാൽ നമ്മുടെ വഴുതിരിങ്ങ കറിയുണ്ട്, പിന്നെ നമ്മൾ ഇന്ന് വെച്ച കൂട്ടാനുണ്ട്. അപ്പോൾ അതൊക്കെ മതിയല്ലോ ഉച്ചക്കരയ്ക്ക്. അപ്പോൾ രാവിലേക്ക് നമ്മൾ ചപ്പാത്തിയും ബ്രെഡും ഒക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ അവർ രണ്ടാളും കഴിക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് ഞാൻ പിന്നെ വേഗം തന്നെ അശ്വിനെ റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ 2 ദിവസം പനിയൊക്കെ ആയ കാരണം സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം പിന്നെ ഇന്നാണ് കേട്ടോ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ടാറ്റയൊക്കെ തന്നിട്ട് അങ്ങനെ സ്കൂളിലൊക്കെ പോയിട്ടോ. അപ്പോൾ ഞാൻ അതുവരെ ഒന്ന് പോയതാണ്. അതിന് ശേഷം പിന്നെ ഞാൻ തിരിച്ച് വന്നിട്ട് ഞാൻ പിന്നെ വേഗം തന്നെ ഭക്ഷണം കഴിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബ്രെഡൊന്നും രാവിലെ കഴിക്കാൻ നിന്നില്ല കേട്ടോ. ഞാൻ പിന്നെ ചപ്പാത്തി തന്നെയാണ് കഴിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ചപ്പാത്തി നമ്മുടെ ഇന്ന് വെച്ചിട്ടുള്ള കറിയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. രണ്ടും കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അക്ഷയ അവിടെ ഉണ്ട്. അപ്പോൾ അവളോട് ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് കഴിക്കുകയാണ്. ഇന്ന് അക്ഷയ പോയിട്ടില്ല കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് നമുക്കിന്ന് കുറച്ച് പണികളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് വേഗം തന്നെ അടുക്കളയ്ക്ക് വന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ പാത്രങ്ങളെല്ലാം ഒന്ന് ഒഴിച്ച് മാറ്റി എടുക്കുന്നുണ്ട്. നമ്മുടെ ചോറും കറിയും എല്ലാം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റിയെടുത്തു. അതിനുശേഷം തന്നെ നമ്മൾ വേഗം തന്നെ അതൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് മെല്ലെ എണിച്ച കാരണം ഇന്ന് മെല്ലെ എണിക്കുകയും ചെയ്ത് കുറച്ച് പണികൾ അധികം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ എല്ലാം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പാത്രങ്ങളെല്ലാം വേഗം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ എന്താ പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ചപ്പാത്തി കുഴച്ചിട്ടുണ്ടായിരുന്ന പാത്രം ഉണ്ടായിരുന്നില്ല, അതൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാം കയ്യോടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് തവള്ളിയെല്ലാം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇന്നലെ പിന്നെ നമ്മൾ തുടച്ച കാരണം ഇന്നിപ്പോൾ തുടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് വേഗം തന്നെ വെളിയെല്ലാം ഒന്ന് അടിച്ച് അതിന് ശേഷം പിന്നെ നമ്മൾ ചാക്കെല്ലാം ഒന്ന് വിരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ വാഷ് ബേസിൻ ഒന്ന് കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ചളിയായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കാൻ പറഞ്ഞാൽ വേഗം തന്നെ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെയുള്ള കുറച്ച് ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് കുറച്ച് പണികൾ കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം നമ്മൾ ചെയ്യണം. അങ്ങനെ വേഗം തന്നെ നമ്മൾ വാഷ് ബേസിൻ കഴുകി അതിൻ്റെ സൈഡ് ഉണ്ടായിരുന്ന വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റിയെടുത്തു. അതിന് ശേഷം വേഗം തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങിയിട്ട് ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവിടെയും ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ പച്ചക്കറി വാങ്ങിയിട്ട് വന്നപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ നമ്മുടെ കൊത്തവരയ്ക്ക വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ തലേ ദിവസം രാത്രി അത് കൊത്തവരയ്ക്ക നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൊട്ടിച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. രാവിലെ ആകുമ്പോൾ നമുക്കത് പൊട്ടിക്കാനുള്ള സമയം കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പൊട്ടിച്ച് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് രാവിലെ നമ്മുടെ ഇതുപോലത്തെ പാത്രത്തിലാക്കി കഴുകി കൊണ്ട് വന്നിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കൊത്തവരയ്ക്ക 2ആയിട്ടാണ് കേട്ടോ പൊട്ടിച്ചത്. ഒരു കൊത്തവരയ്ക്ക 2ആക്കി. എന്നിട്ട് അത് നമ്മൾ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് അടുപ്പി വെച്ചിട്ട്
ഒന്ന് തിള വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കൊത്തവരയ്ക്ക കൊണ്ടുള്ള വറ്റലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതവിടെ വേവാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് കോവയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ആവി വന്നപ്പോൾ ഞാനൊന്ന് കുലുക്കി കൊടുത്തതാണ്. അതിന് ശേഷം നോക്കിയപ്പോൾ ഉപ്പ് ലേശം കുറവായ കാരണം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് കുടഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ നന്നായിട്ട് ആവി വരട്ടെ കേട്ടോ. അപ്പോൾ അത് ഞാനവിടെ ആവി വരാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം നമ്മൾ നമ്മുടെ കൊത്തവരയ്ക്കല്ല കോവയ്ക്ക കുറച്ചുകൂടെ കട്ട് ചെയ്യേണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുത്തു. അപ്പോഴേക്കും തന്നെ നമ്മുടെ കൊത്തവരയ്ക്ക നന്നായി തന്നെ ഒരു ആവി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ച് മാറ്റി എടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഊറ്റിക്കളയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വറ്റലുണ്ടാക്കുമ്പോൾ നമ്മുടെ പച്ചക്കറി എന്താ നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞാൽ അതൊന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്കത് ഒഴിച്ച് മാറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ കോവയ്ക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വണ്ണത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നീളം ഒരുപാട് നീളം ഉണ്ടെങ്കിൽ അതൊരു 3 ആക്കി എടുക്കുക. ചെറിയ നീളമാണെങ്കിൽ 2 ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മുടെ കോവയ്ക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ ആദ്യം വേവിച്ച വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്ത് പിന്നെ നമ്മൾ ഉപ്പ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ട് അതും കൂടെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ നമുക്കൊന്ന് നമ്മുടെ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടൊന്ന് വെയിലത്ത് ഉണക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് വന്ന് നമ്മുടെ കൊത്തവരയ്ക്ക് ആ പ്ലേറ്റിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. നോക്കിയപ്പോൾ കൊത്തവരയ്ക്ക് അധികം പ്ലേറ്റ് ചെറുതുമായി പോയിട്ടോ. പ്ലേറ്റ് വലുതാണ്, പക്ഷേ കൊത്തവരയ്ക്ക് കുറച്ച് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ വേഗം തന്നെ പോയിട്ട് വേറൊരു തട്ടുകൂടെ കൊണ്ടുവന്നിട്ട് ഇതിന്ന് കുറച്ച് അതിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ. എന്നിട്ട് രണ്ടും കൂടെ നന്നായി തന്നെ കൈ കൊണ്ടൊന്ന് പരത്തി എടുത്തിട്ട് ഇത് കൊണ്ടിട്ട് നമുക്ക് ഉണക്കാൻ വെക്കാം കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ വറ്റലുണ്ടാക്കാറുള്ളത്. വറ്റലുണ്ടാക്കുമ്പോൾ തിളച്ചാൽ മതി കേട്ടോ. ഒന്ന് തിളയ്ക്കുക, ഓഫ് ചെയ്യുക, പിന്നെ നമ്മൾ ഉണങ്ങി അതിന് ശേഷം എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഉമ്മറത്ത് വെയിലത്ത് ഉണക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, നമുക്ക് മുകളിൽ ഉണക്കാൻ വെക്കാം. പക്ഷേ തൊട്ട വീട്ടിലെ വീട് പണി നടക്കുന്നത് കാരണം പൊടികളൊക്കെ നല്ലോണം പാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മുകളിൽ കൊണ്ട് വെച്ചാൽ നമ്മുടെ വറ്റലിലൊക്കെ അങ്ങനെ പൊടിയാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ താഴെ തന്നെ അത് വെയിലത്ത് ഉണക്കാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കോവയ്ക്ക് നന്നായി തിളച്ച് വന്നു. അപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റ് കൊണ്ടുവന്നിട്ട് നമ്മുടെ കോവയ്ക്കും അതിലേക്കൊന്ന് കൊട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ ആ പ്ലേറ്റ് കുഞ്ഞ് പ്ലേറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ കൊത്തവരയ്ക്ക ഉണക്കാനായിട്ട് പ്ലേറ്റ് എടുത്തിട്ട് വന്ന് അതിലേക്ക് നമ്മുടെ എന്താ പറയുക കോവയ്ക്ക ചേർത്ത് കൊടുത്ത് പിന്നെ ഈ പ്ലേറ്റിൽ ബാലൻസ് കൊത്തവരയ്ക്കും കൂടെ ചേർത്തിട്ട് ഉണക്കാൻ വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൊത്തവരയ്ക്കയും നമ്മുടെ കോവയ്ക്കൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട്. അതിന് ശേഷം വന്നിട്ട് ഞാൻ പിന്നെ വേഗം തന്നെ അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ലാസ്റ്റ് ട്രിപ്പാണ് കേട്ടോ നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ വാങ്ങിയെടുത്ത് നന്നായി തന്നെ കൈ കൊണ്ട് കലക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് അരി വെള്ളത്തിലും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായി നമ്മൾ എന്താ പറയുക അരിയൊക്കെ അരച്ചിട്ട് അപ്പോൾ മാവ് തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് രാവിലെ തന്നെ വെള്ളത്തിലിട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ അരിയെല്ലാം അരച്ച് കഴിഞ്ഞു. അതിന് ശേഷം നമ്മുടെ ഗ്രൈൻഡറെല്ലാം നമ്മളൊന്ന് കഴുകാനിട്ട് കൊടുത്തു കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമായി കേട്ടോ. എന്താ പറഞ്ഞാൽ ഇന്ന് ഒരു 7-7:30 ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അരയ്ക്കാനും കുറച്ച് ലേറ്റായി. അരച്ച് വരുമ്പോഴേക്കും തന്നെ നമുക്ക് ഊണ് കഴിക്കേണ്ട സമയമായി കേട്ടോ. അപ്പോൾ ഞാനും അക്ഷയയും കൂടെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. നമ്മുടെ വഴുതനങ്ങ കറി ഇന്നൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി നോക്കണം. ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ എന്താ പറയുക കറി അതും എടുത്തു. പിന്നെ നമ്മുടെ വഴുതനങ്ങ കറി എടുത്തിട്ട് അങ്ങനെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഭക്ഷണം കഴിക്കുകയാണ്. നമ്മുടെ വറ്റൽ നമ്മൾ ഉണങ്ങോളം ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം കേട്ടോ. കൊത്തവരയ്ക്ക വറ്റലൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ വറുത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇത് ഉണങ്ങുന്നത് വരെ ഇതുപോലെ വെയിലത്ത് വെച്ച് നന്നായി തന്നെ ഉണക്കിയെടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കോവയ്ക്ക വറ്റൽ കഴിക്കാൻ നമ്മൾ താമരക്കിഴങ്ങ് വറ്റലുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. താമരക്കിഴങ്ങ് പോലെ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ നാളെ ഉച്ചക്ക് 12:15 വരാം കേട്ടോ.